ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട ഡിയോ വണ്ടി വർക്കിന് കയറിയിട്ടുണ്ട്. നിലവിൽ നമുക്ക് പറഞ്ഞിരിക്കുന്ന കംപ്ലയിൻറ്റുകൾ രണ്ട് കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുള്ളൂ. ഒന്ന് ആക്സിലേറ്റർ കേബിൾ മാറ്റാം, ആക്സിലേറ്റർ കേബിൾ റൈസ് ആവുന്നുണ്ട്, അപ്പോൾ ആക്സിലേറ്റർ കേബിൾ മാറ്റാം. സ്റ്റാർട്ടിങ്ങിൻ്റെ കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട്, അതായത് സെൽഫ് സ്റ്റാർട്ട് ക്ലിയറായിട്ട് വർക്ക് ആവുന്നില്ല എന്നുള്ള കംപ്ലയിൻറ്റ്. അപ്പോൾ നമ്മൾ ആക്സിലേറ്റർ കേബിൾ മാറ്റാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. ആക്സിലേറ്റർ കേബിൾ നമ്മൾ അഴിച്ച് മാറ്റുക, കാരണം ആക്സിലേറ്റർ കേബിൾ ഓൾറെഡി ടൈറ്റാണ്. നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ റേസിങ് കാണിക്കുന്നുണ്ട്, അപ്പോൾ നമുക്ക് കേബിൾ മാറുന്നുണ്ട്. പിന്നെ ബാറ്ററിയുടെ സെൽഫുമായി ബന്ധപ്പെട്ട കംപ്ലയിൻറ്റ് ബാറ്ററിയുടെയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാർട്ടിങ്ങിൻ്റെ പ്രശ്നം കാണിക്കാന്ന് പറഞ്ഞാൽ സെൽഫ് എടുക്കാത്തതാണ് കംപ്ലയിൻറ്റ്. അത് ബാറ്ററിയുമായി റിലേറ്റഡ് ആയിട്ടുള്ള കംപ്ലയിൻ്റാണ്. നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്തുണ്ടല്ലോ 2020 വെച്ചാണ് ബാറ്ററിയാണ്. 2020 മോഡൽ ആമറോണിൻ്റെ ബാറ്ററിയാണ് വണ്ടി മേടിക്കുന്നത്. അപ്പോൾ എന്ന് പറയുമ്പോൾ ശരിക്കും 4 വർഷം കഴിഞ്ഞിട്ടുണ്ട്, 5-ാം വർഷമാണ് എന്തെങ്കിലും. അപ്പോൾ നമ്മൾ ഓൾറെഡി ബാറ്ററിയുടെ ആണ് കംപ്ലയിൻറ്റ്. ഞാൻ ചെക്ക് ചെയ്തിട്ട് എൻ്റെ കംപ്ലയിൻറ്റ്സും കാണിച്ചു തരാം. നിലവിൽ എൻ്റെ വോൾട്ട് നോക്കുമ്പോൾ 12.5 വോൾട്ട് ഉണ്ട്, 12.56 റേഞ്ചിൽ വോൾട്ട് കാണിക്കുന്നുണ്ട്. ബാറ്ററി നമ്മൾ ടെസ്റ്റിലേക്ക് കൊടുക്കുന്നുണ്ട്. ആ ബാറ്ററി ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ നല്ല ബാറ്ററി ആണെന്നുണ്ടെങ്കിൽ, അതായത് ചാർജ് ഉള്ള ബാറ്ററി ആണെങ്കിൽ ഇവിടെ ഓക്കെ ആയിട്ട് കാണിക്കും. ഇനി ബാറ്ററി ചാർജ് കുറഞ്ഞിട്ടാണ്, ഇനി ഏതെങ്കിലും സാഹചര്യം ചാർജ് കുറഞ്ഞേക്കണമെന്നാണെന്നുണ്ടെങ്കിൽ മഞ്ഞ ലൈറ്റാണ് സാധാരണ വരാറ്, ലോ എന്ന് പറഞ്ഞ് കാണിക്കും. കംപ്ലയിൻ്റ് ആണെങ്കിൽ ഇൻഡു മാർക്ക് ഇട്ടിട്ട് റെഡ് ലൈറ്റ് തെളിയാം. അപ്പോൾ നമുക്ക് ബാറ്ററി നമ്മൾ ടെസ്റ്റിലേക്ക് ഞാൻ കൊടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കണ്ടീഷൻ കറക്റ്റായിട്ട് നമുക്ക് ഇതിനകത്ത് മനസ്സിലാവും. ഇവിടെ നോക്കി കഴിയുമ്പോൾ കൃത്യമായിട്ട് നമുക്ക് അതിനകത്ത് കറക്റ്റ് കാണിക്കുന്നത്. ഇവിടെ ഡാമേജ് ആയിട്ടാണ് കാണിച്ചേക്കുന്നത്. അതായത് ബാറ്ററി മാറ്റിയാലാണ് നമ്മുടെ ഈ സെൽഫുമായി ബന്ധപ്പെട്ട കംപ്ലയിൻറ്റ് മാറുള്ളൂ. അതല്ലാണ്ട് നമ്മളിപ്പോൾ ചാർജ് ചെയ്തിട്ടാലും ഇത് ശരിക്കും ഡ്രൈ ടൈപ്പ് ബാറ്ററിയാണ്. അതായത് നമ്മൾ സെപ്പറേറ്റ് വെള്ളം ഒഴിക്കണ കേസൊന്നുമില്ല. അതേപോലെ തന്നെ പുറത്തത് ചാർജ് ചെയ്താലും ഇത് പ്രത്യേകിച്ച് കാര്യമില്ല, കാരണം സെൽ ഡാമേജാണ് കാണിച്ചേക്കണത്. അപ്പോൾ നമ്മൾ ബാറ്ററി പുതിയത് വെച്ചാലാണ് നമ്മുടെ ആ സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് മാറുള്ളൂ. ആക്സിലേറ്റർ കേബിൾ മാറ്റി കഴിയുമ്പോൾ ആ റേസിങ്ങിൻ്റെ പ്രശ്നം മാറിക്കോളൂ. ഈ 2 കേസാണ് മെയിനായിട്ട് പറഞ്ഞേക്കണേ. പിന്നെ അത് കൂടാതെ നമുക്ക് പഞ്ചറിൻ്റെ കേസ് പറഞ്ഞിട്ടുണ്ട്, ബാക്ക് ടയർ പഞ്ചറിൻ്റെ കേസ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്തേ ഇത് നമുക്ക് ട്യൂബ്ലെസ് ആണ് ടയർ, അതായത് ഈ ടയറിൻ്റെ ഉള്ളിൽ ട്യൂബില്ലാത്ത മോഡൽ ടയറാണ് നമുക്ക് കിടക്കണേ. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ടയർ സർവീസ് ചെയ്യുന്നത് ടയർ ഇടയിൽ കൊടുത്താലാണ് അത് ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ. ഇത് ഒരു പ്രാവശ്യം പഞ്ചറായിട്ട് ഇവിടെ ഒട്ടിച്ചിട്ടുണ്ട്. ഇതേ രീതിയിലാണ് ഒട്ടിക്കേണ്ടത്. അത് വണ്ടി നമ്മൾ വർക്കൊക്കെ കഴിഞ്ഞതിന് ശേഷം ടയർ ഇടയിൽ നിന്ന് കൊണ്ടേ കാണിച്ചാൽ മതി. നമ്മൾ കാണിക്കണമെന്ന് തന്നെ ഇല്ല, നിങ്ങളിപ്പോൾ ടയർ ഇടയിൽ കൊണ്ട് കാണിച്ചാലും അവരത് നോക്കിയിട്ട് ടയർ അഴിക്കൊന്നും വേണ്ട, ഇതേപോലെ തന്നെ നിർത്തിയിട്ട് നമ്മൾ ഒട്ടിച്ച് തരും. അപ്പോൾ ഇത് നമ്മൾ ഒന്നുകൂടി എയർ അടിച്ച് വെച്ചേക്കാം. അപ്പോൾ നാളെ കുറയേണ്ടി അറിയാലോ. ഇത് പെട്ടെന്ന് ഒറ്റ ദിവസം കൊണ്ട് കുറഞ്ഞു പോകുന്ന കേസല്ലത്. ഇപ്പോൾ ടയർ മാറ്റി ട്യൂബ് മാറ്റി പുതിയ ട്യൂബാണെന്ന് പറഞ്ഞത്, പക്ഷേ ഇതിനകത്ത് ട്യൂബ് ഉള്ളതല്ല, ട്യൂബില്ല ഇതിനകത്ത് ടയറിനകത്ത് കേട്ടോ. ട്യൂബില്ലാത്ത മോഡൽ ടയറാണ് ഇത് നമുക്ക് കിടക്കുന്നത്. അപ്പോൾ അത് ടയറിൻ്റെ പഞ്ചറിൻ്റെ കേസ് ഒഴിച്ച് ബാക്കിയത്തെ വർക്ക് നമ്മൾ ചെയ്യുന്നുണ്ട്. ആക്സിലേറ്റർ കേബിൾ മാറുന്നുണ്ട്. ബാറ്ററിയുടെ കേസ് എന്താ ചെയ്യേണ്ടതെന്ന് നോക്കിയിട്ടൊന്ന് പറയാം. ആ ബാറ്ററി പുതിയത് വെച്ചാലാണ് കംപ്ലയിൻറ്റ് മാറുള്ളൂ. അപ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് അയച്ചു തരാം. ആ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം. ഇനി അതല്ലെങ്കിൽ നേരിട്ട് വിളിച്ചോ, ഫോൺ നമ്പർ ഞാൻ കൊടുത്തേക്കാം അതിനകത്ത്. ബാറ്ററി മാറ്റാതെ കൊണ്ട് നമ്മുടെ സ്റ്റാർട്ടിങ്ങിൻ്റെ കംപ്ലയിൻറ്റ് മാറില്ല. അതേപോലെ തന്നെ ആക്സിലേറ്റർ കേബിൾ മാറാതെ റേസിങ്ങും മാറില്ല. പിന്നെ ഇതിനകത്ത് നമ്മൾ സാധാരണ 2 രീതിയിൽ വർക്ക് ചെയ്യുക. ഒന്ന് റിപ്പയറിങ് വർക്കായിട്ട് ചെയ്യും, പിന്നെ ഒന്ന് സർവീസ് വർക്കായിട്ട് ചെയ്യും. സർവീസ് വർക്ക് എന്ന് പറയുമ്പോൾ വണ്ടി നമ്മളെ ഏൽപ്പിക്കുകയാണ്. കംപ്ലയിൻറ്റ്സ് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കി ചെക്ക് ചെയ്തിട്ട് എന്താണ് അതിൻ്റെ പോരായ്മ എന്ന് വെച്ച് നോക്കി തീർക്കുക. അപ്പോൾ നമ്മൾ ജനറലായിട്ട് കയറ്റി മൊത്തത്തിൽ ചെക്ക് ചെയ്യും. കംപ്ലയിൻറ്റ്സ് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയിട്ട് കംപ്ലയിൻറ്റ്സ് ഉള്ള ഭാഗങ്ങളുണ്ടെങ്കിൽ കൃത്യമായിട്ട് ഇതേപോലെ തന്നെ വീഡിയോ എടുത്ത് കസ്റ്റമർക്ക് അയച്ചു തരും. ഇന്ന പോലെയാണ് എൻ്റെ കംപ്ലയിൻറ്റ്സ്, അത് ഇന്ന സാധനങ്ങൾ ഡാമേജ് ആയിട്ടുണ്ട്, മാറ്റേണ്ടതായിട്ടുണ്ട്. ആ രീതിയിലാണ് നമ്മൾ ഇൻഫോം ചെയ്യുക. പിന്നെയുള്ളത് റിപ്പയറിങ് വർക്കാണ്. കസ്റ്റമർ എന്ത് കംപ്ലയിൻ്റ് ആണ് പറഞ്ഞാൽ അത് മാത്രം നമ്മൾ റിപ്പയർ ചെയ്ത് കൊടുക്കും. അപ്പോൾ വേറെ എന്തെങ്കിലും കംപ്ലയിൻറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റില്ല. ആക്സിലേറ്റർ കേബിൾ മാറാൻ പറഞ്ഞാൽ ആക്സിലേറ്റർ കേബിൾ മാറ്റാം, ബാറ്ററി മാറ്റാൻ പറഞ്ഞാൽ ബാറ്ററി മാറ്റാം. ഇത്രയും കേസാണ് നമ്മൾ ചെയ്യുള്ളൂ കേട്ടോ. ജനറലായിട്ട് സർവീസ് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം നമുക്കൊരു 80% കംപ്ലയിൻറ്റുകൾ നമുക്ക് അറിയാൻ പറ്റും. 100-ൽ 80% അറിയാൻ പറ്റുള്ളൂ കേട്ടോ. പക്ഷേ അത്രയും നമുക്ക് കംപ്ലയിൻറ്റ്സ് ഉണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് നോക്കി ചെയ്യാനും പറ്റും. ഇനിയിപ്പോൾ നേരെ മറിച്ച് വല്ല കോയിലുകളുടെ കംപ്ലയിൻറ്റ്, അതായത് ഇപ്പോൾ സ്റ്റാർട്ട് ആവാത്ത കംപ്ലയിൻറ്റ്, ഇപ്പോൾ ഇലക്ട്രിക്കൽ സംബന്ധമായിട്ടുള്ള കോയിൽ പോയിട്ടുള്ള കംപ്ലയിൻറ്റ്, എൻജിൻ ഓയിലല്ല കോയിൽ പോയിട്ടുള്ള കംപ്ലയിൻറ്റുകൾ വരാം, നമുക്കറിയാൻ പറ്റില്ല. പിന്നെ ഏതെങ്കിലും ഓട്ടത്തിൽ ബൾബ് അടിച്ച് പോകാനുള്ള സംഗീതം ഉണ്ടാവും, അത് നമുക്കറിയാൻ പറ്റില്ല. അതൊന്നും സർവീസിൽ അറിയാൻ പറ്റില്ല. ബാക്കിയത്തെ വർക്കുകൾ മെയിൻ്റെനൻസ് മെക്കാനിക്കൽ സംബന്ധമായിട്ടുള്ള കംപ്ലയിൻറ്റ്സുകൾ ചെക്ക് ചെയ്ത് നമ്മൾ ക്ലിയർ ചെയ്യാനായിട്ട് പറ്റും. അതിന് നമ്മൾ ജനറലായിട്ട് സർവീസിന് വേണ്ടി കയറ്റണം. ഇപ്പം നമ്മളതൊന്നും ചെയ്യുന്നില്ല. ഞങ്ങളോടിപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഈ ആക്സിലേറ്ററുകൾ മാറ്റാം, ഈ സ്റ്റാർട്ടിങ്ങിൻ്റെ കേസ് നോക്കാനാണ് പറഞ്ഞേക്കണേ. അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ്, ബാറ്ററി അടക്കമുള്ളൊരു എസ്റ്റിമേറ്റ് ഞാൻ വാട്സാപ്പിലിടാം. നോക്കിയിട്ട് വീഡിയോ കണ്ടു കഴിയുമ്പോൾ ഒന്ന് റിപ്ലൈ ഇടണം കേട്ടോ. അതനുസരിച്ച് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം.